നമസ്കാരം. BBC പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന് തൊടുപുഴയുടെ മണ്ണിൽ ഉജ്ജ്വല വരവേൽപ്പ്. നിയോജക മണ്ഡലത്തിലെ കിഴക്കൻ മേഖലയിലായിരുന്നു വെള്ളിയാഴ്ച ഡീനിന്റെ പര്യടനം. ജന്മനാട്ടിൽ ആവേശമായി LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ്. കസ്തൂരംഗൻ റിപ്പോർട്ടിന്മേൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന വഞ്ചനാപരമായ നിലപാടുകളുടെ തുടർച്ചയാണ് UPയുടെ പ്രകടന പത്രിക പുറത്തു വന്നപ്പോൾ വ്യക്തമായതെന്ന് ജോയ്സ്. BJP സ്ഥാനാർത്ഥി സാബു വർഗീസിന്റെ പ്രചരണം മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നു. സ്ഥാനാർത്ഥി ശനിയാഴ്ച മൂവാറ്റുപുഴയിൽ പ്രചരണം നടത്തി. വട്ടവടയിൽ 12-കാരിയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ അമ്മായിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുട്ടിയെ താൽക്കാലിക സംരക്ഷണത്തിന് തൊടുപുഴ സേവിയേഴ്സ് ഹോമിലേക്ക് മാറ്റി. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് വൻ ഭക്തജന തിരക്ക്. നൂറുകണക്കിന് ആളുകളാണ് ക്ഷേത്ര ദർശനത്തിനായി എത്തുന്നത്. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. തിരഞ്ഞെടുപ്പ് വാർത്തകൾ. UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന് തൊടുപുഴയിൽ ആവേശകരമായ വരവേൽപ്പ്. വെള്ളിയാഴ്ച തൊടുപുഴ മണ്ഡലത്തിന്റെ കിഴക്കൻ മേഖലയിലായിരുന്നു ഡീനിന്റെ പര്യടനം. വണ്ണപ്പുറം, കോടിക്കുളം, കരിമണ്ണൂർ, ഉടുമ്പന്നൂർ, ആറക്കുളം, വെള്ളിയാമറ്റം, ആലക്കോട് പഞ്ചായത്തുകളിലെ 40ഓളം കേന്ദ്രങ്ങളിലാണ് ഡീൻ കുര്യാക്കോസ് ജനങ്ങളെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിച്ചത്. സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് ആളുകൾ യുവജന നായകന് സ്വാഗതം മോതുവാൻ ഓരോ കേന്ദ്രങ്ങളിലും കാത്തുനിന്നു. ഹൃദയത്തിന്റെ അകത്തളത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന സ്നേഹസാഗരം പോലെ UDF പ്രവർത്തകർ തങ്ങളുടെ പ്രിയ സാരഥിയെ നെഞ്ചേറ്റി. വണ്ണപ്പുറത്ത് യൂത്ത് ലീഗ് പ്രവർത്തകർ 200-ൽ പരം ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ചപ്പോൾ യുവത്വത്തിന്റെ ആവേശം ഉൾക്കൊണ്ട ഡീൻ തുറന്ന വാഹനത്തിൽ നിന്നു താഴെയിറങ്ങി യൂത്ത് ലീഗ് പ്രവർത്തകർക്കൊപ്പം ബൈക്ക് ഓടിച്ചാണ് വോട്ടർമാരെ കണ്ടത്. ഉടുമ്പന്നൂരിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ ഡീൻ കുര്യാക്കോസിന്റെ ബഹുവർണ്ണ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ഫ്ലെക്സ് ബോർഡുകളും പ്ലക്കാർഡുകളും ഘടിപ്പിച്ച 100-ൽ പരം സൈക്കിളുകളുമായാണ് സ്വീകരിക്കുവാൻ കാത്തുനിന്നത്. തുറന്ന വാഹനത്തിൽ നിന്നും ചാടിയിറങ്ങി അവർക്കൊപ്പം സൈക്കിൾ സവാരി നടത്തി ഉടുമ്പന്നൂർ ടൗണിൽ വോട്ടഭ്യർത്ഥിച്ചപ്പോൾ കണ്ടുനിന്നവരും UDF പ്രവർത്തകരുമെല്ലാം ആവേശപൂർവ്വം പിന്നാലെ കൂടി. നിങ്ങൾക്കെല്ലാം എന്റെ വിനീതമായ നമസ്കാരം. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എളിയവനായ എന്നെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ എന്ന് ഹൃദയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആദിവാസി ആവാസ മേഖലയായ പട്ടേക്കുടി, പെരിങ്ങാശ്ശേരി, ആൾക്കല്ല്, ഉപ്പുകുന്ന്, പൂച്ചപ്ര, നാളിയാനി, പൂമാല, മേത്തൊട്ടി തുടങ്ങിയ കോൺഗ്രസിന്റെ പരമ്പരാഗത കോട്ടകത്തളങ്ങളിൽ ആരതിയൊഴിഞ്ഞും പുഷ്പവൃഷ്ടി നടത്തിയും നാടൻ കലാരൂപങ്ങൾ അവതരിപ്പിച്ചും കൊട്ടും കുരവിയുമായി ഡീൻ കുര്യാക്കോസിനെ എതിരേറ്റു. പര്യടനത്തിന്റെ ഉദ്ഘാടനം മുള്ളരിങ്ങാട് മുൻ MP K ഫ്രാൻസിസ് ജോർജ് നിർവഹിച്ചു. റോയ് K പൗലോസ്, S അശോകൻ, MJ ജേക്കബ്, മുഹമ്മദ് വെട്ടിക്കൽ, ജോൺ നെടിയപ്പാല, ജോസി ജേക്കബ്, K ഗോപിനാഥൻ നായർ, KE ആന്റണി, CP മാത്യു, ജോസഫ് ജോൺ, TV പാപ്പു, ആൽബർട്ട് ജോസ്, ഷാഹുൽ പള്ളത്തുപറമ്പിൽ, ജോർജ് അഗസ്റ്റിൻ, MM ബഷീർ, KV സിദ്ധാർത്ഥൻ, PS ചന്ദ്രശേഖരപിള്ള, KP വർഗീസ്, NA ബെന്നി, ജാഫർഖാൻ മുഹമ്മദ്, ഇന്ദു സുധാകരൻ, സിബി ദാമോദരൻ, TU ജോസ്, PS സിദ്ധാർത്ഥൻ, ചാർലി ആന്റണി, VE താജുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു. BBC ന്യൂസ്, തൊടുപുഴ. ജന്മനാട്ടിൽ ആവേശമായി LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ്. കസ്തൂരംഗൻ റിപ്പോർട്ടിന്മേൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന വഞ്ചനാപരമായ നിലപാടുകളുടെ തുടർച്ചയാണ് UPയുടെ പ്രകടന പത്രിക പുറത്തു വന്നപ്പോൾ വ്യക്തമായതെന്ന് ജോയ്സ് ജോർജ് പറഞ്ഞു. ഇടുക്കി മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ജോയ്സിന്റെ പ്രചരണത്തിന് ആവേശം പകർന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനും വെള്ളിയാഴ്ച ജില്ലയിലെത്തിയിരുന്നു.
വെൺമണിയിൽ LDF പ്രവർത്തകരും ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്കാരും അടങ്ങുന്ന നിരവധി ആളുകളുടെ പ്രകടനത്തോടെയാണ് ജോയ്സ് വെള്ളിയാഴ്ച പര്യടനം ആരംഭിച്ചത്. ഇടുക്കി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഡിഫൻലി ഏബിൾഡ് പീപ്പിൾസ് കോൺഗ്രസ് യോഗം തീരുമാനിച്ചു. തൊടുപുഴ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം കോൺഗ്രസ് നേതാവ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദി എന്ന് പറയുന്ന നരാധമനെയാണ് പ്രധാനമന്ത്രി കസേരയിൽ RSS BJP ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 21ാം നൂറ്റാണ്ടിലൂടെ കടന്നു പോകുമ്പോൾ 21ാം നൂറ്റാണ്ടിൽ ഇന്ത്യ രാജ്യത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയും കൊതിക്കുകയും നമ്മെ സ്നേഹിച്ച ശ്രീ രാജീവ് ഗാന്ധി ശ്രീപെരുമ്പുതൂരിൽ ആ ജീവിതം പൊലിഞ്ഞു വീണത് നിങ്ങൾക്കറിയാം. വികടനവാദികളുടെ മനുഷ്യബോംബിനാൽ ചുറ്റപ്പെട്ട് മരിച്ച രക്തസാക്ഷിത്വം വരിച്ച രാജീവ് ഗാന്ധി അവരെല്ലാം ഉയർത്തിപ്പിടിച്ച ജനാധിപത്യത്തിന്റെയും സോഷ്യലിസത്തിന്റെയും മതേതരത്വത്തിന്റെയും കൊടിക്കൂറ ഈ രാജ്യത്ത് ഉയർന്നു നിൽക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റമുണ്ടാക്കാൻ കഴിയൂ എന്ന് ഗാന്ധിയെ സൂചിപ്പിച്ചിട്ടുണ്ട്. കടന്നുപോയ വഴിത്താരകൾ ക്ലേശകരമായിരുന്നു എന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. ഇനിയും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഭാരതത്തിന് കഴിയേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് സവർണ സമ്പന്ന ഹൈന്ദവ മേധാവിത്വത്തിന്റെ പ്രതീകമായ RSSന്റെ നേതാവ് മോഡിയെ പ്രധാനമന്ത്രിയാക്കണമോ അതോ ഈ രാജ്യത്തെ ജനങ്ങൾ ജോൺ നടിയപാല, TJ ജോസഫ്, NI ബെന്നി, ആമ്പൽ ജോർജ്, ജാഫർ ഖാൻ മുഹമ്മദ്, സജിമോൻ, VP ജയപാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. BJP സ്ഥാനാർത്ഥി സാബു വർഗീസിന്റെ പ്രചരണം 3ാം ഘട്ടത്തിലേക്ക് കടന്നു. ശനിയാഴ്ച മൂവാറ്റുപുഴയിൽ നിന്നാണ് പ്രചരണം ആരംഭിച്ചത്. ഏപ്രിൽ 8 പ്രചരണം തൊടുപുഴയിൽ സമാപിക്കും. അച്ചൻകവലയിലെത്തിയ സ്ഥാനാർത്ഥിക്ക് പ്രവർത്തകർ ഉജ്ജ്വലമായ സ്വീകരണം നൽകി. 1ാം റൗണ്ടിൽ മണ്ഡലത്തിലെ മതസമുദായ നേതാക്കളെ കണ്ട് സ്ഥാനാർത്ഥി പിന്തുണ തേടിയിരുന്നു. പാർട്ടിയുടെ ആദ്യകാല നേതാക്കളെയും സ്ഥാനാർത്ഥി ഈ ഘട്ടത്തിൽ സന്ദർശിച്ചിരുന്നു. BJP ജില്ലാ പ്രസിഡന്റ് PA വേലക്കുട്ടൻ, സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് അറയ്ക്കൽ, ദിലീപ് കുമാർ, ബിനു കൈമൾ, KS അജി എന്നിവരും പ്രചരണത്തിന് സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ രാജാധികാരം, നിങ്ങളുടെ സമാധാനം BJPക്ക് അനുകൂലമായി, നരേന്ദ്രമോദിക്ക് അനുകൂലമായി താമര അടയാളത്തെ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് ആദ്യമായി അപേക്ഷിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം അഴിമതിക്കെതിരെയുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് വില കയറ്റത്തിനെതിരെയുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് വികസനത്തിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് ദേശീയതയ്ക്ക് വേണ്ടി തെരഞ്ഞെടുപ്പാണ്. ഇന്ന് രാജ്യം മുഴുവനും നരേന്ദ്രമോദി വിശ്വാസം അർപ്പിച്ചിരിക്കുക. നമുക്കറിയാം, നമ്മളെ ബഹുമാനിക്കുന്ന മുൻ രാഷ്ട്രപിതാവായ അബ്ദുൽ കലാം വിഭാവനം ചെയ്ത ഇന്ത്യ തീർച്ചയായിട്ടും കേരളത്തിന്റെ ഭരണചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിക്കെതിരെയും ഉണ്ടായിട്ടില്ലാത്ത പരാമർശം കോടതിയിൽ നിന്ന് നേരിട്ട് ഉമ്മൻചാണ്ടി ഒരു നിമിഷം പോലും സ്ഥാനത്ത് തുടരുവാൻ അർഹനല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. CBI അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് KPCC പ്രസിഡന്റ് പറഞ്ഞത്. ആദർശത്തിന്റെ കണികയെങ്കിലും ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് സുധീരൻ ആവശ്യപ്പെടേണ്ടിയിരുന്നതെന്നും പിണറായി പറഞ്ഞു. ഈ വിധി നേരിട്ട് മുഖ്യമന്ത്രിയെ ബാധിക്കുന്നതാണ് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ കോടതി വിധിയുടെ യഥാർത്ഥ അർത്ഥം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി കള്ളന്മാർക്ക് കഞ്ഞി വെച്ച് കൊടുക്കുന്ന പെരുങ്കള്ളനായി മാറിയിരിക്കുന്നു എന്ന് ഭംഗ്യന്തരേണ കോടതി പറഞ്ഞു വച്ചിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ തയ്യാറാവണം. KPCC പ്രസിഡന്റ് CBI അന്വേഷണത്തെ സ്വാഗതം ചെയ്തതായിട്ട് കാണുന്നുണ്ട്. CBI അന്വേഷണത്തെ സ്വാഗതം ചെയ്ത KPCC പ്രസിഡന്റ് അതിൻ്റെ കൂടെ തന്നെ നേരത്തെ എല്ലാം പറഞ്ഞു കേട്ട ആദർശത്തിൻ്റെ വല്ല കണികയുമുണ്ടെങ്കിൽ ഇത്ര ഗുരുതരമായ പരാമർശങ്ങൾക്ക് വിധേയനാകേണ്ടി വന്ന മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെടേണ്ടതായിരുന്നു. CPIML റെഡ് ഫ്ലാഗിന്റെ ആഭിമുഖ്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ പുറത്തിറക്കി. തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ ചേർന്ന യോഗം ട്രേഡ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MK തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിന് ഇന്നൊരു ദിശാബോധം കൊടുക്കാൻ, ആഗോളവൽക്കരണത്തെ ചെറുക്കാൻ അതിനെതിരായിട്ട് ഇടതുപക്ഷം ബദലിന് മാത്രമാണ് കഴിയുന്നത്. അതുകൊണ്ട് കേരളത്തിലെ 20 പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിലും
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, അവരെ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനാണ് ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. വിലക്കയറ്റം, നമ്മുടെ രാജ്യത്ത് ഇന്നത്തെ വിലക്കയറ്റം കഴിഞ്ഞ കാലങ്ങളിലേതുപോലെയല്ല. എല്ലാ മുതലാളിത്ത രാജ്യങ്ങളിലും വിലക്കയറ്റമുണ്ട്. അതിന്ന് വ്യത്യസ്തമാണ് ഇന്ന് കാണുന്ന വിലക്കയറ്റം. ഇത് രാജ്യത്ത് ഭരണാധികാരികൾ നടപ്പിലാക്കുന്ന പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കാണുന്ന വിലക്കയറ്റം. ഈ ഗവൺമെന്റ് രാജ്യത്ത് സമ്പത്താകെ തന്നെ കുത്തക മുതലാളിമാർക്ക് എഴുതി കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വിലക്കയറ്റം യാതൊരു നിയന്ത്രണവുമില്ലാതെ മാറിക്കൊണ്ടിരിക്കുന്നത്. UPA ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോഴുണ്ടായിരുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ഇന്ന് 3 ഇരട്ടിയായി വർദ്ധിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ചാൾസ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. പാർട്ടി ജില്ലാ സെക്രട്ടറി ബാബു മഞ്ഞള്ളൂർ അധ്യക്ഷത വഹിച്ചു. TUCA ജില്ലാ സെക്രട്ടറി KS സദാശിവൻ സ്വാഗതം പറഞ്ഞു. തൊടുപുഴ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് വിരമിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശശികുമാറിന് യാത്രയപ്പ് നൽകി. തൊടുപുഴ ഉപാസന ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയപ്പിൽ ഡിവിഷണൽ മാനേജർ വേണുഗോപാൽ ശശികുമാറിനെ പൊന്നാടി അണിയിച്ചു. അജയ്കുമാർ, RV വേണുഗോപാലൻ നായർ, മാത്യു ജോർജ്, NR പരമേശ്വരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കൂടാതെ പലപ്പോഴും ഞാൻ ഓഫീസിൽ പോകാൻ എനിക്കിടയായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം വളരെ ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയാണ് തൻ്റെ ജോലിയിൽ. ഇപ്പോഴും ഞാൻ DO1-ലാണ്, DM-ആണ്. ഇതൊരു MACT-യിൽ അദ്ദേഹം തുടർന്ന ആ കാര്യങ്ങൾ ഇന്നും അതിനൊരു മാറ്റമില്ലാതെ വളരെ കൃത്യതയോടും കൂടി ആ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആ ഫൗണ്ടേഷനാണ്. ഞങ്ങൾക്ക് നന്നായിട്ട് വളരെ കൃത്യതയോടെ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്തു പോകാനായിട്ട് സാധിക്കുമെന്നുള്ളത് ഈ സന്ദർഭത്തിൽ അറിയിക്കാൻ എനിക്ക് ഏറ്റവും സന്തോഷമുണ്ട്. അടുത്തതായിട്ട് അദ്ദേഹം ഒരു യൂണിറ്റ് നേതാവാണ്. അപ്പം യൂണിറ്റിൻ്റെ നേതാവെന്ന നിലയിൽ നമുക്കറിയാം മറ്റു കാര്യങ്ങളിൽ നമ്മുടെ സ്റ്റാഫിൻ്റെ കാര്യങ്ങളിലൊക്കെ. വട്ടവട കോവിലൂരിൽ അച്ഛനമ്മമാർ ഉപേക്ഷിച്ച 12-കാരിയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ അമ്മായിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോവിലൂരിൽ താമസിക്കുന്ന വീരലക്ഷ്മിയാണ് ദേവികുളം പോലീസ് പിടികൂടിയത്. തമിഴ്നാട്ടിലേക്ക് കടക്കുന്നതിനായി മൂന്നാർ പോസ്റ്റ് ഓഫീസ് കവലയിൽ ബസ് കാത്തു നിൽക്കുന്നതിനിടെയാണ് അറസ്റ്റ്. വീരലക്ഷ്മിയെ ദേവികുളം കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു. സംഭവത്തിന് ശേഷം ഇവർ ഒളിവിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഇതിനിടെ മർദ്ദനമേറ്റ പെൺകുട്ടി വനജ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം താൽക്കാലിക സംരക്ഷണത്തിന് തൊടുപുഴയിലെ സേവിയേഴ്സ് ഹോമിലേക്ക് മാറ്റി. കോവിലൂരിലെ കണ്ണൻ പുഷ്പ ദമ്പതിമാരുടെ മകളായ വനജയെ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അമ്മായി ക്രൂരമായി മർദ്ദിച്ചത്. കോവിലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന വനജ അമ്മായി വീരലക്ഷ്മിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അച്ഛനും അമ്മയും 7 വർഷം മുമ്പ് ഉപേക്ഷിച്ചു പോയതായിരുന്നു. വീരലക്ഷ്മി വീട്ടിലെ എല്ലാ പണികളും വനജയെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചിരുന്നത്. മാനസിക ശാരീരിക പീഡനങ്ങളും പെൺകുട്ടിക്ക് നിരവധി തവണ ഏൽക്കേണ്ടി വന്നിരുന്നു. സ്കൂളിലെ ഉച്ചഭക്ഷണം അല്ലാതെ കുട്ടിക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കിട്ടിയിരുന്നില്ല. മാർച്ച് 25-ന് സ്കൂളിൽ നൽകാൻ വനജ അമ്മായിയോട് 5 രൂപ ആവശ്യപ്പെട്ടെങ്കിലും നൽകിയില്ല. തുടർന്ന് വനജ അലമാരിയിൽ നിന്ന് 5 രൂപ എടുക്കുകയായിരുന്നു. ഇത് കണ്ടുവന്ന വീരലക്ഷ്മി വിറക് കഷ്ണം കൊണ്ട് പെൺകുട്ടിയെ മർദ്ദിച്ചു. കത്തിക്കൊണ്ട് കാലിലും മുഖത്തും വെട്ടുകയും ചെയ്തു. മർദ്ദനത്തിലും വെട്ടിലും വനജയുടെ ഇടതു കൈയുടെ എല്ല് പൊട്ടി. ശരീരഭാഗങ്ങളെല്ലാം ചതഞ്ഞു. കാലിലും മുഖത്തും വലിയ മുറിവുണ്ടായി. അവശനിലയിലായ പെൺകുട്ടി പരിക്കുകളോടെ സ്കൂളിലെത്തി. അധ്യാപകരെ വിവരം അറിയിച്ചു. അധ്യാപക കുട്ടിയെ ചിത്തിരപുരം ആശുപത്രിയിലെത്തിച്ചു. വിവരമറിഞ്ഞ് ചൈൽഡ് ലൈൻ പ്രവർത്തകരാണ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയത്. മുറിവുകളിൽ മരുന്ന് വെച്ച് കൈയിൽ പ്ലാസ്റ്റർ ഇട്ട് വനജ ചൈൽഡ് ലൈൻ പ്രവർത്തകരൊത്ത് വ്യാഴാഴ്ച തൊടുപുഴയിലെത്തുകയായിരുന്നു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ PG ഗോപാലകൃഷ്ണന്റെ മുന്നിൽ ഹാജരാക്കിയ ശേഷമാണ് താൽക്കാലിക സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. ആശുപത്രിയിൽ 4 ദിവസം തനിക്ക് കൂട്ടുനിന്ന് അമ്മയെ പോലെ സംരക്ഷിച്ച ചൈൽഡ് ലൈൻ പ്രവർത്തക ആൻസി ആന്റണി, ജെസി ആന്റണി, എഡ്വിൻ എന്നിവർക്കൊപ്പമാണ് പെൺകുട്ടി സേവിയേഴ്സ് ഹോമിലെത്തിയത്. പെൺകുട്ടിയുടെ സംരക്ഷണവും തുടർ വിദ്യാഭ്യാസവും ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് കാണിച്ച് മറയൂരിലെ സേവാഭാരതി ട്രസ്റ്റ് ഭാരവാഹികൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാന് കത്ത് നൽകിയിട്ടുണ്ട്. ചികിത്സാ സൗകര്യം മുൻനിർത്തിയാണ് പെൺകുട്ടിയെ സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതെന്ന് അധികൃതർ പറഞ്ഞു. BBC ന്യൂസ് തൊടുപുഴ. ഇനി ഉത്സവ വാർത്തകൾ. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിനനുബന്ധിച്ച് ഭക്തിനിർഭരമായ കൊടിപ്പുറത്ത് വിളക്ക് നടന്നു. വെള്ളിയാഴ്ച രാത്രി 9:30 ആരംഭിച്ച കൊടിപ്പുറത്ത് വിളക്കിന് ക്ഷേത്രത്തിന് മുൻഭാഗം മുതൽ ആലിഞ്ചൂട് വരെയുള്ള ഭാഗം നിലവിളക്കുകളും കർപ്പൂര ദീപവും തെളിയിച്ചു.
ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്ന കൊടിപ്പുറത്ത് വിളക്ക് ദർശിക്കുന്നതിനായി നൂറുകണക്കിന് ഭക്തജനങ്ങൾ അണിനിരന്നു. വീരശൃംഖല ജേതാവ് വാദ്യരത്നം ചേരാനല്ലൂർ ശങ്കരൻകുട്ടി മാരാരും സംഘവും സ്പെഷ്യൽ പഞ്ചാരിമേളം അവതരിപ്പിച്ചു. നാലാം ഉത്സവ ദിനമായ ഞായറാഴ്ച വൈകിട്ട് 4:30 മയൂര നൃത്തവും വിവിധ ഗ്രൂപ്പുകളുടെ നൃത്യങ്ങളും രാത്രി 10 മുതൽ ചങ്ങനാശ്ശേരി ജയകേരള നൃത്തകലാലയം അവതരിപ്പിക്കുന്ന രാജാ വിക്രമാദിത്യൻ ബാലയും നടക്കും. അഞ്ചാം ഉത്സവത്തിന് വൈകിട്ട് 6 തിരുവാതിരകളി, 7 സംഗീത സദസ്സ്, 9:30 മുതൽ ആമ്പല്ലൂർ കേരള കലാക്ഷേത്രം അവതരിപ്പിക്കുന്ന സന്താന ഗോപാലം, ദക്ഷയാഗം കഥകളിയും അരങ്ങേറും. കൂടാതെ എല്ലാ ഉത്സവ ദിവസങ്ങളിലും കൂത്തമ്പലത്തിൽ ഉച്ചയ്ക്ക് 2 മുതൽ 4 വരെ പൊതിയൻ നാരായണ ചാക്യാർ അവതരിപ്പിക്കുന്ന ചാക്യാർ കൂട്ടും നടക്കും. സത്ര പ്രമോദ